ഇനി നമുക്കൊരു ഡിജിറ്റൽ ജേർണലിംഗ് ആയാലോ? ഞാൻ ഫസ്റ്റ് ഒരു ജേർണലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് എനിക്ക് 300 സംതിങ് വ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എനിക്ക് സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. കുറേ ജേർണൽ പ്രിഫർ ചെയ്തിട്ടാണ് ഞാൻ ഫൈനലി ചെയ്യുന്നത്. ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായി കേട്ടോ. എന്നിട്ട് ഞാൻ ജേർണലിങ് സ്റ്റിക്കേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ടായി, പക്ഷേ ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ ജേർണലിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം ആവശ്യമായിട്ടുള്ള ഇൻസ്പിറേഷൻ ക്യൂട്ട്സ് ആയാലും ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ആയാലും ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കേഴ്സ് ആയാലും ഇപ്പോൾ എന്ത് തരം സ്റ്റിക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റിക്കേഴ്സും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു ജേർണലിംഗ് എന്ന് തന്നെ പറയാം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെന്താ, വളരെ ബുദ്ധിമുട്ട് പാട് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. നമുക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത്ര സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ അത് തീർന്നു പോവുക അങ്ങനത്തെ ഒരു സംഭവമൊന്നും വേണ്ട. നമുക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാണ്ട് നമുക്ക് ജേർണൽ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. മുതൽ മുടക്ക് ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ജേർണൽ സ്റ്റിക്കർ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എന്നിട്ട് ഇത് ഒഴിവാക്കിയിട്ടുള്ള സംഗതിയായിരുന്നു. അത് ചെയ്യാം, ഒറിജിനലായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ